അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് നൈസി സാജു. ഞാൻ അമ്പാട്ടുപാളയം സെൻറ്റ് ആനീസ് ചർച്ചിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടിയാണ് ഒരു സാക്ഷ്യം പറയണത്. അവന് 2-3 മാസങ്ങൾക്ക് മുമ്പ്, 5-6 മാസമായിട്ടുണ്ടാവും, അവൻ്റെ മേത്ത് ഇങ്ങനെ ചൊറിയാമ്പുഴു കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി ചെറിയ മടി കാണിച്ചു അവൻ. അപ്പോൾ അങ്ങനെ ഓടി വന്ന സമയത്ത് അവൻ്റെ മേത്ത് മുഴുവൻ ചൊറിയാമ്പുഴു കണ്ടു. അപ്പോൾ ഭയങ്കര കിടന്ന് ചൊറിയാൻ തുടങ്ങി അവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് അവിടെ നിന്ന് സെഹ്യോനിൽ നിന്ന് വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയിട്ടാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ വെഞ്ചിരിച്ച വെള്ളം അവൻ്റെ മേത്തൊക്കെ എല്ലാം തുടച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവൻ്റെ മുഖത്തുള്ള എല്ലാ തടിപ്പും മാറി. അത് കഴിഞ്ഞ് മേത്തൊക്കെ ഉണ്ടായിരുന്നു, പതുക്കെ അവൻ്റെ അത് മാറുകയും ചെയ്തു. അതേപോലെ ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇത് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കും, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് ആ വചനം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം വെഞ്ചിരിച്ച വെള്ളം തളിച്ചപ്പോൾ തന്നെ ഒരു സ്വർഗസ്നായ ഒരു നന്മ പറഞ്ഞറിയും ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി അവന് കുടിക്കുകയും കൊടുക്കുകയും ചെയ്തു. അത് അപ്പം തന്നെ അത് വലിയൊരു അത്ഭുതം. ഒരിക്കലും എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ അതിനു മുമ്പ് തന്നെ അവൻ്റെ തടിപ്പൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ മഞ്ഞളൊക്കെ തേച്ചൊക്കെ അത് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് മനസ്സിൽ തോന്നി അപ്പോൾ തന്നെ കൊടുത്തപ്പോൾ തന്നെ വെഞ്ചിരിച്ച വെള്ളം കൊടുത്തപ്പോൾ തന്നെ മാറിപ്പോവുകയും ചെയ്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ രോഗം കൂടുന്ന ഒരു കാലഘട്ടം, രോഗങ്ങളും പകർച്ചവ്യാധികളും പകർച്ചപ്പനി. അതുകൊണ്ട് നമ്മൾ വെഞ്ചിരിച്ച വസ്തുക്കൾ, വെഞ്ചിരിച്ച ഉപ്പ്, വെഞ്ചിരിച്ച വെള്ളം, അല്ലെങ്കിൽ കുന്തിരിക്കം പോകൽ, അല്ലെങ്കിൽ ഓരോ വസ്തുക്കളും പാകം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്ഭുതം. അതുപോലെ ലൂക്കാ 10:19 ആവർത്തിച്ച് പ്രാർത്ഥിച്ചു, അതിൻ്റെ വ്യത്യാസം ഉണ്ടായി. ആ ഹന്നമ്പിള്ള ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചു, അത് അനുഗ്രഹമായിട്ട് മാറി. എടുത്ത് പറയുന്നതിൻ്റെ കാരണം രോഗമാണെന്ന് പറയും, ഹോസ്പിറ്റലിൽ മാറി കയറി നടന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ഫലപ്രദമായ മരുന്നുകൾ ദൈവവചനം തന്നെ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം.